ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ ഒപ്പം തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഒരു തവണ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് വീണ്ടും തയ്യാറാക്കും. അത്രയ്ക്ക് കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇതുപോലുള്ള റെസിപ്പികൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്നാലാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിലൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ളത് എടുത്തതേ ഉള്ളൂ. ഒരു വീറ്റിൻ്റെയാണ് ഞാൻ എടുത്തേക്കുന്നത്. മൈദ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കാം. ആ വെള്ളത്തിൽ നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ മാക്സിമം കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് ഒരുപാട് നേരം ഡിപ്പ് ചെയ്തിടേണ്ട ആവശ്യമേ ഇല്ല. കാരണം ബ്രെഡ് അറിയാലോ വളരെ സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ അങ്ങ് കുതിർന്ന് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നനയുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം കളയണം. വെള്ളം ഒട്ടും വേണ്ട കേട്ടോ. നമുക്ക് വെള്ളം നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്കിത് ബൗളിലോട്ട് മാറ്റാം. ഇതുപോലെ ആ 6 ബ്രെഡും ഞാൻ നന്നായിട്ട് മുക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ. ഒരുപാട് വലുതുമല്ല ചെറുതും അല്ലാത്ത ടൈപ്പിലുള്ളൊരു സവാള. പിന്നെ ഒരു ചെറിയ തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക്. പിന്നെ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാം. കാരണം നമ്മളിതിൽ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തത്. നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ നമ്മൾ മുളക് ചതച്ചതുണ്ടല്ലോ അതും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കണത് ഒഴിവാക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. അതും സ്കിപ്പ് ചെയ്യാതെ ചേർക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 3 ടീസ്പൂൺ അരിപ്പൊടിയും 5 ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ്. അരിപ്പൊടി ചേർക്കുന്നത് അറിയാലോ, ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി വെള്ളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ആ ഒരു ബ്രെഡിൻ്റെ നനവ് ഈ ഒരു പൊടിയൊക്കെ വലിച്ചെടുത്തിട്ട് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് എല്ലാം ശരിക്കും മിക്സ് ആവണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിവിടെ ഒരു ബോൾ മാതിരി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മുടെ 2 കൈയിലും അങ്ങ് തടവാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഓരോ ഉരുള എടുത്തിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ സാധാ ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് ഏതിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. പിന്നെ ഈ ഒരു സ്നാക്കിന് ഒരുപാട് കുക്കിംഗ് ടൈമിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ലോ ഫ്ലെയിം മുതൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ലോ ഫ്ലെയിമിലിടാം, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ല ക്രിസ്പി ആക്കി എടുക്കണം കേട്ടോ. ഈ ഒരു സ്നാക്ക് കുറച്ച് ക്രിസ്പി ആവണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കണ്ടോ, ഒരു വശം പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞ് കിട്ടും. നമുക്കത് മറിച്ചിട്ടിട്ട് കോരിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുക ചായക്കൊക്കെ. അപ്പോൾ ഇനി ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.